മറ്റെല്ലാ വഴികളും അടഞ്ഞു. കേരളത്തിന്റെ ശാപമായി മാറിയ വന്യജീവി തെരുവുനായ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു തരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥിയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കരുത്. വിചിത്രവും മനുഷ്യത്വ വിരുദ്ധവുമായ കേന്ദ്ര നിയമങ്ങൾക്ക് മുകളിൽ അടയിരിക്കുന്ന കേന്ദ്രവും അതിനെ മറയാക്കി രക്ഷപ്പെടുന്ന സംസ്ഥാനവും അവർക്ക് പകരം അധികാരത്തിലെത്താമെന്ന് കരുതുന്ന പ്രതിപക്ഷവും ഉറപ്പു നൽകണം. ജീവഭയമില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ സമ്മതിക്കുമെന്ന്. ഒരു പക്ഷിപ്പനിയോ പന്നിപ്പനിയോ വന്നാൽ സംശയത്തിന്റെ ആനുകൂല്യം പോലും കൊടുക്കാതെ ലക്ഷക്കണക്കിന് കോഴികളെയും താറാവുകളെയും പന്നികളെയും കൊന്നൊടുക്കുന്ന ഭരണ നിയമ സംവിധാനങ്ങൾ, ദരിദ്രരെയും ആദിവാസികളെയും നിർധന കർഷകരെയും കൊന്നൊടുക്കുന്ന വന്യ ക്ഷുദ്രജീവികളെയും തെരുവുനായ്ക്കളെയും തൊടുന്നില്ല. ഈ സിസ്റ്റത്തിന് പേ പിടിച്ചിരിക്കുകയാണ്. വോട്ടല്ലാതെ ഒരു വാക്സിനുമില്ല. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തിനിടെ 1,65,136 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റെന്നും 17 പേർ പേവിഷബാധയേറ്റ് മരിച്ചെന്നുമാണ് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ കണക്ക്. ഒരു ദിവസം 1,100 പേർക്കാണ് പട്ടികടിയേൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ഗതികേടിലാണ് കേരളം പെട്ടിരിക്കുന്നതെന്ന്. കടിയേറ്റവരിൽ ഏറെ പേരുടെയും പരിക്കുകളിലേക്ക് നോക്കാൻ പോലും ഭയമാകും. അത്ര ഗുരുതരമാണവ. ജനുവരി മുതൽ മെയ് 15 വരെ 4.5 മാസത്തിനിടെ വന്യജീവികൾ കൊന്നൊടുക്കിയത് 25 പേരെ. 92 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 19 പേരെയും കൊന്നത് കാട്ടാനയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ 1.5 മാസത്തിനിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. വളർത്തുമൃഗങ്ങളെയും കൊന്നൊടുക്കി. കൃഷിയും വീടുകളും നശിപ്പിച്ചത് വേറെ. അപകടത്തിൽപ്പെടുന്ന ഇരുചക്ര വാഹന യാത്രികരുടെ എണ്ണമേറി. വനാതിർത്തികളിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കർഷകർക്കും തൊഴിലാളികൾക്കും ഭയമാണ്. കുട്ടികളെ തനിച്ച് സ്കൂളിൽ വിടാനാകുന്നില്ല. വന്യജീവി ആക്രമണം തടയാൻ കോടിക്കണക്കിന് രൂപ വനം വകുപ്പ് പൊടിക്കുന്നുമുണ്ട്. നാട്ടുകാർക്ക് വന്യജീവികളെക്കാൾ ഭയമാണ് വനം വകുപ്പിന്. കാലഹരണപ്പെട്ട നിയമങ്ങൾക്ക് മുകളിൽ കേന്ദ്ര സർക്കാർ അടയിരിക്കുകയാണ് രണം വിരിയിക്കാൻ. വായാടുത്തമല്ലാതൊരു പരിഹാരവും സംസ്ഥാന സർക്കാരിനില്ല. വന്യജീവികളെയും തെരുവുനായ്ക്കളെയും നിയന്ത്രിക്കണമെന്ന് സർക്കാരിനോടോ ഇടപെടണമെന്ന് കോടതികളോടോ ഇപ്പോഴാരും ആവശ്യപ്പെടുന്നില്ല. ഒരു കാര്യവുമില്ല. മന്ത്രിസ്ഥാനമൊക്കെ പുനരധിവാസ സംവിധാനമായി അധപ്പതിച്ചു. പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമായി. ABC പദ്ധതി ഉണ്ടെന്നും അനിയന്ത്രിതമായി പെരുകിയ തെരുവുനായ്ക്കളെ അടുത്ത കാലത്തൊന്നും നിയന്ത്രിക്കാനാവില്ലെന്നും നശിപ്പിക്കണമെന്നുമാണ് ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള ഘടകം വ്യക്തമാക്കുന്നത്. ABC എന്ന തട്ടിപ്പ് തുടങ്ങിയത് മുതലുള്ള 1/4 നൂറ്റാണ്ടിനിടെ രാജ്യത്ത് ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരെ തെരുവുനായ്ക്കൾ കാലാവധിക്കയച്ചു. കണ്ടു നിൽക്കാനാവാത്തത്ര ഭയാനക മരണം. ഇതൊന്നും നമ്മൾ വോട്ട് കൊടുത്തവരുടെ മനസ്സലിയിക്കില്ല. ആശുപത്രി സെല്ലുകളിൽ പേയിളക്കി പിടയുന്നവർ ഈ ഭരണാധികാരികളുടെയോ മൃഗസ്നേഹികളുടെയോ ആരുമല്ല. മരണമെത്തുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്തവരുടെ ദാഹം കേന്ദ്രത്തിലെയും കേരളത്തിലെയും ക്രൂര ഭരണാധികാരികളുടെയോ അവരുടെ വീട്ടുകാരുടെയോ തൊണ്ടയിലല്ല. എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും പേവിഷബാധയേറ്റവരുടെ സെല്ലുകളിൽ എത്തിച്ച് കാണിക്കണം. അവരൊരുക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ അന്ത്യപ്പിടച്ചിലുകൾ. മരണവാതിൽ കടക്കാൻ വെപ്രാളപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മിഴികളിലും അവരെ നെഞ്ചിലിട്ട് വളർത്തിയ മാതാപിതാക്കളുടെ മിഴിനീരിലും പ്രതിഫലിക്കുന്ന നിസ്സഹായാവസ്ഥ കാണട്ടെ. ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടാൽ അത്രയുമായില്ലേ. കാട്ടാനകൾ ചവിട്ടിമെതിച്ച മനുഷ്യരുടെ മാംസഭാണ്ഡങ്ങൾ സംസ്കരിക്കുന്നതിന് മുൻപ് പൊതിയഴിച്ചു കണ്ടിട്ടുണ്ടോ? പുലിയും കടുവയും തിന്ന മനുഷ്യബാക്കികൾ ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ജീവനക്കാരുടെയും മനുഷ്യവിരുദ്ധ മൃഗസ്നേഹികളുടെയും വീടുകളിലേക്ക് കൊടുത്തുവിടണം. എന്തിനാണ് ഈ സർക്കാർ നിർമ്മിത ഹിംസയുടെ ദൃശ്യങ്ങൾ മറച്ചുവെക്കുന്നത്? ലോകമെങ്ങുമുള്ള യുദ്ധത്തിന്റെ ഭയാനക ദൃശ്യങ്ങൾ കാണിക്കുന്നവർ ഒരു സർക്കാർ അതിന്റെ പൗരന്മാർക്ക് മേൽ നിയമാനുസൃതം നടത്തുന്ന ഈ കൂട്ടക്കൊല എന്തിനു മൂടിവെക്കണം? ഇവ പാർലമെന്റിലും നിയമസഭകളിലും പ്രദർശിപ്പിക്കണം. മനുഷ്യ കബന്ധങ്ങൾക്ക് മുന്നിൽ നിന്ന് മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ മയക്കുവെടി വെച്ച് തളയ്ക്കണം. കാവൽക്കാരല്ലാതെ രാജവാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ലാത്ത വന്യജീവികളെയും തെരുവുനായ്ക്കളെയും പേടിക്കേണ്ടതില്ലാത്ത ഭരണാധികാരികൾക്കും ന്യായാധിപർക്കും സ്വയരക്ഷയ്ക്കുള്ള തോക്കുമായി നടക്കുന്ന വനംവകുപ്പ് മേലാളന്മാർക്കും പരിചാരകർ കുളിപ്പിച്ച് പൗഡറിട്ട് കൊടുത്ത പട്ടികളെ ലാളിച്ചും തെരുവുനായ്ക്കളുടെ ഇരകളെ നിന്ദിച്ചും ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നവർക്കും മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം. തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. വന്യംകരണം, നായപരിപാലന കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് തല നിയന്ത്രണ സംവിധാനങ്ങൾ. പതിറ്റാണ്ടുകളായി ജനത്തെ ചതിച്ചവരുടെ പാഴ്വാക്കുകൾ വിശ്വസിക്കരുത്. അഹിംസയിലൂന്നിയ ജനകീയ കോടതികൾ വോട്ട് ചോദിച്ചെത്തുന്നവരെ വിചാരണ ചെയ്യണം. പരിഷ്കൃത രാജ്യങ്ങളെ മാതൃകയാക്കി പെറ്റുപെരുകിയ വന്യജീവികളെയും തെരുവുനായ്ക്കളെയും കൊന്നു തന്നെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടണം. വനം, വന്യജീവി, തെരുവുനായ സംരക്ഷണ പ്രാകൃത നിയമങ്ങൾ പൊളിച്ചെഴുതണം. പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, ജനക്ഷേമം കാക്ഷിക്കുന്ന പാർട്ടി അടിമകൾ അല്ലാത്ത വോട്ടർമാരും ഉണ്ടെന്നും അവർ നിർണായക ശക്തിയാണെന്നും കൊടിത്തണലുകളിൽ അധികാരം നുണയുന്നവരെ ബോധ്യപ്പെടുത്തണം. വരുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ. അവർക്കും നമുക്കും ഓർമ്മകൾ ഉണ്ടായിരിക്കണം.